ഹരേ കൃഷ്ണ. ഗൗരാംഗി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ. കൃഷ്ണബന്ധുക്കളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വൈശാഖ മാസത്തിൻ്റെ പുണ്യം ആവോളം എല്ലാ കൃഷ്ണബന്ധുക്കളും നാമജപത്തിലൂടെയും ഭഗവത് ഭക്തിപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേട്ടും കീർത്തനങ്ങൾ ചൊല്ലിയും പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചുമെല്ലാം ആ ഭഗവത് ചിന്ത മനസ്സിൽ നിറച്ച് ഭഗവാന്റെ സ്നേഹം ആവോളം നേടിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും പൂർണ്ണമായിട്ടും ഈശ്വര ഭഗവാനെ തന്നെ സ്മരിച്ച് ക്ഷേത്ര ദർശനമെല്ലാം നടത്തി അത്രയേറെ സന്തോഷത്തിലാണ് ഞാനും ഇരിക്കുന്നത്. പക്ഷെ കഥകൾ പറഞ്ഞിടാനും ഒന്നും സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടാണ്. ഓരോ വർഷവും വൈശാഖ മാസത്തിലെ വ്രതമെടുക്കുമ്പോൾ ഭഗവാൻ ഓരോരോ അനുഗ്രഹങ്ങളാണ്, മനസ്സിൽ തോന്നുന്ന ഓരോ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് ഓരോ പ്രാവശ്യവും നടത്തി തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് വലിയൊരു ആഗ്രഹമായിരുന്നു. ആഗ്രഹിക്കുമ്പോഴൊക്കെ ഭഗവാന്റെ അടുത്ത് പോയി ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന്. അത് ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ സാധിച്ചു തന്നിരിക്കുകയാണ്. മിക്കവാറും ദിവസങ്ങളിൽ, വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഭഗവാന്റെ അടുത്ത് ആഗ്രഹിക്കുമ്പോൾ ഓടിപ്പോയി തൊഴുത് ആ ഭഗവാന്റെ അടുത്തിരുന്ന് ഭജനകൾ കേട്ട് ഭഗവാന് പ്രസാദം നിവേദ്യം സമർപ്പിച്ച് ആ ഭഗവാന്റെ ആ പ്രസാദം ഭക്തർക്കായിട്ട് വിതരണം ചെയ്യുവാനും ഒക്കെ ഭഗവാൻ ഈ വൈശാഖ മാസത്തിൽ അവസരം തന്നിരിക്കുകയാണ്. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ നമ്മൾ തന്നെ അത് വിട്ടുപോകും പലപ്പോഴും. പക്ഷെ അതെല്ലാം ഓർത്തു വെച്ചിട്ട് ഭഗവാൻ അതെല്ലാം തൻ്റെ ഭക്തർക്ക് ചെയ്തു തരികയാണ്. ഞാനത് ഇങ്ങനെ ആവോളം ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് ചില കൃഷ്ണബന്ധുക്കൾ സംശയമായിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ ചിലർ 24-ാം തീയതി തൊട്ടെന്നും അല്ലെങ്കിൽ മെയ് 1-ാം തീയതി തൊട്ടിട്ടാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ചോദിച്ചു. കാരണം വൈശാഖ മാസത്തിലല്ലേ പ്രധാനപ്പെട്ട ഭഗവാന്റെ ഓരോ അവതാരങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെ ദിവസം മാറിയാലും എല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ വൈശാഖ മാസത്തിൽ തന്നെയാണ്. അതിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഒരു വിശദീകരണം തരാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ലൂണാർ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കലണ്ടർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഓരോ സമയം ദിവസമൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ലൂണാർ കലണ്ടർ അനുസരിച്ചിട്ട് ഒന്നുകിൽ പൗർണമി മുതൽ പൗർണമി വരെ ഒരു മാസം എന്ന കണക്കിലെടുക്കും, അല്ലെങ്കിൽ അമാവാസി മുതൽ അമാവാസി വരെ എന്ന കണക്കിലാണ് എടുക്കുക. അപ്പോൾ ഇന്ത്യയുടെ സദേൺ സൈഡിലേക്ക് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള വശത്തേക്ക് അമാവാസി തൊട്ടിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ നോർത്തേൺ സൈഡിലേക്ക്, അതുപോലെ ഇന്ത്യയുടെ പുറത്തേക്ക് എല്ലാം നോക്കുന്നത് ഈ പൗർണമി തൊട്ട് പൗർണമി വരെയുള്ള സമയമാണ് ഒരു മാസം എന്നുള്ള രീതിയിൽ കണക്കാക്കുക. പക്ഷെ അത് തമ്മിൽ ഒരുപാട് ദിവസങ്ങളുടെ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ 24-ാം തീയതി തൊട്ട് എടുത്തു വരേണ്ടയാണെങ്കിൽ ഈ പൗർണമിയോട് കൂടിയിട്ട് ഇന്ന് ബുദ്ധ പൗർണമിയാണ്, വൈശാഖ പൗർണമിയാണ്. പൗർണമി അത്രയും വിശേഷപ്പെട്ടതാണ്. എല്ലാ മാസത്തിലെയും പൗർണമി അത്രയും വിശേഷപ്പെട്ടതാണ്. ഞാൻ ഒരുപാട് വീഡിയോകൾ അതിൻ്റെ പറഞ്ഞിട്ടിട്ടുണ്ട്, അതിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടിട്ടുണ്ട്. സത്യനാരായണ പൂജ ചെയ്യുന്നതിനെ പറ്റിയിട്ടുമെല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ കഥകൾ വായിക്കുന്നത് പോലും പൗർണമി ദിവസത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത്രയും നല്ലതാണ് പൗർണമി ദിവസം വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. അത്രയും ഉന്നതിയിലേക്ക് അവരെത്തുമെന്നാണ് പൗർണമി ദിവസം സത്യനാരായണ കഥകളെല്ലാം വായിച്ച് അന്ന് വ്രതം അനുഷ്ഠിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പൗർണമി വരെ ആണ്. അപ്പം നാളെ വരെ വൈശാഖ മാസം ആഘോഷിക്കാം 24-ാം തീയതി തുടങ്ങിയവർക്ക്. അല്ലെങ്കിൽ ഇനി മനസ്സിലങ്ങനെ ഒരു സംശയമോ എന്തെങ്കിലും നിഴലിക്കുന്നുണ്ടെങ്കിൽ 6-ാം തീയതി വരെ എടുത്തിട്ട് അങ്ങനെ ഒരു മണ്ഡലകാലം എന്ന പോലെ ഒരു കണക്കിൽ അത് അവസാനിപ്പിക്കാം. അപ്പോഴും ഭഗവാന് ഒരു ദിവസം കൂടുതലായാലും
അത്രയും ഭഗവാന് സന്തോഷമാവും. ആ ഭഗവാന് വേണ്ടി അത്രയും ദിവസം നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ച എല്ലാം ഒരു അനുഗ്രഹമായിട്ട് എടുക്കുക. തെറ്റുകളും പിഴവുകളും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഒന്നിനും തെറ്റുകളും പിഴവുകളും ഭഗവാൻ കണ്ടെത്തില്ല. നമ്മുടെ മനസ്സിലുള്ള ഭഗവാനോടുള്ള ഇഷ്ടം മാത്രമാണ് ഭഗവാൻ നോക്കുക. ഇന്ന് ബുദ്ധ പൗർണമിയാണ്. ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. ശ്രീബുദ്ധനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, മഹത്വം എല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു സന്യാസി ശ്രേഷ്ഠൻ, അദ്ദേഹത്തെ പോലെ ഒരു മഹത്തായിട്ടുള്ള ഒരു സന്യാസി ശ്രേഷ്ഠൻ എത്തിയിരിക്കുന്നത് അറിഞ്ഞ് ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടും. അവിടെ ഒരുപാട് പേര്, 500 പേരിൽ കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച് സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെ വന്നു ചേരും. പക്ഷേ ഇദ്ദേഹം അവരെ എല്ലാം കാണുമ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ വീണ്ടും അപ്പോൾ എല്ലാവർക്കും നിരാശയാവും. പിറ്റേ ദിവസവും അദ്ദേഹം അവിടെ ആ ഗ്രാമത്തിൽ ഒരു ആൽവൃക്ഷത്തിൻ്റെ ചോട്ടിൽ അവിടെ വരികയാണ്. അപ്പോൾ ഇദ്ദേഹം വരുന്നത് അവിടെ വന്നിരിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ഒരുപാട് പേര് അവിടെ ഒത്തുകൂടും. പക്ഷേ ആദ്യത്തെ ദിവസത്തെ അത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ. പക്ഷെ അന്നും പതിവ് പോലെ എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. മൂന്നാമത്തെ ദിവസം അദ്ദേഹം അവിടെ വന്ന് ഇരിക്കുമ്പോൾ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിനേക്കാളും ഒരുപാട് കുറവായിരുന്നു ആളുകൾ. പക്ഷെ കുറച്ച് പേരൊക്കെ അന്നും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും അറിവുകൾ കിട്ടുമെങ്കിൽ സ്വീകരിക്കുവാനായിട്ട്, അദ്ദേഹത്തോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് വന്ന് എത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ അദ്ദേഹത്തോട് ഒന്നും ചോദിക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ ആകാംക്ഷയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാണ്ട് ആർക്കും ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. അന്നും പതിവ് പോലെ ബുദ്ധൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസവും അദ്ദേഹം ഇതുപോലെ വന്നു. അപ്പോൾ അത്രയും ദിവസം ഉണ്ടായിരുന്ന ആളുകളൊന്നുമില്ല. എല്ലാവർക്കും ഒരു ദേഷ്യവും അദ്ദേഹത്തിനോട്, എന്താണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് പ്രയോജനം, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് ആർക്കും ഒരു ഉപദേശവും കൊടുക്കാതെ, ഒരറിവും പകർന്നു കൊടുക്കാതെ, ഒന്നും സംസാരിക്കാതെ വെറുതെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പോവുക എന്നുള്ള രീതിയിലൊക്കെ പലരും പെറുപെറുത്ത് തുടങ്ങി, വിമർശിച്ചു തുടങ്ങി അദ്ദേഹത്തിനെ. അങ്ങനെ അടുത്ത ദിവസം അദ്ദേഹം വന്ന് അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമായി. അപ്പോൾ അന്നും അദ്ദേഹം കുറച്ച് സമയം അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി, നിശബ്ദമായിട്ട് നോക്കി. പക്ഷെ അന്നും ആർക്കും ഒന്നും, എന്തൊക്കെയോ ചോദിക്കണം എന്നൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ആരും തന്നെ ഒന്നും അദ്ദേഹത്തിനോട് ചോദിക്കുന്നില്ല. എല്ലാവരും ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്നും തിരിച്ചു പോയി. അങ്ങനെ വീണ്ടും അടുത്ത ദിവസവും അദ്ദേഹം വരികയാണ്. അന്ന് അവിടെ ആകെ 10 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. 500 കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന ഒരു വലിയ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അവസാനം അദ്ദേഹം വന്നപ്പോൾ വെറും 10 പേര് മാത്രം ആയി. അന്ന് ആ 10 പേരെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ആ ആൽച്ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇത്രയും ദിവസവും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ശിഷ്യരാക്കാൻ പറ്റിയ ആളുകൾ ആരാണ് ഈ കൂട്ടത്തിൽ എന്ന്. അപ്പോൾ ആ 10 പേരിൽ ഒരാൾ വളരെ കൗതുകത്തോടു കൂടി ചോദിച്ചു, ഇത്രയും ദിവസം എത്രയോ ആളുകൾ അങ്ങയെ കാണാൻ വന്നു, പക്ഷെ അങ്ങ് എന്തുകൊണ്ടാണ് അവരോടൊന്നും ഒരറിവും പകർന്നു കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ആർക്കും ഒരു സമാധാനം നൽകുന്ന ഒരു കാര്യങ്ങൾ പോലും അങ്ങ് പങ്കുവെക്കാതിരുന്നത്, ഒന്നും പറഞ്ഞു കൊടുക്കാതിരുന്നത്, ഒരറിവും പകർന്നു കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് മൗനമായിട്ട് തിരിച്ചു പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഒരുപാട് കൗതുകത്തോടു കൂടിയിട്ട്. അപ്പോൾ പറയും, ഈശ്വരീയമായ ആ എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ആ ജ്ഞാനം അത് നേടണമെങ്കിൽ
അത്രമാത്രം ക്ഷമയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആര് കുറച്ചെന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാലും, എന്തെല്ലാം അറിവുകൾ എത്ര വലിയ ആളുകളിൽ നിന്ന് കേട്ടാലും അതെല്ലാം അതിൽ നിന്നെല്ലാം എന്തെങ്കിലും നേട്ടങ്ങൾ സ്വന്തമായിട്ട് അവനവൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥമായ മോഹങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കി, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കേട്ടു ഇതിലേ കേട്ട് അതിലേ കളയുക എന്ന രീതിയിൽ ഒരു പ്രാധാന്യവും ജീവിതത്തിൽ അതിന് കൊടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഒരാചാര്യൻ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം, ഈശ്വരീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന തത്വങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അത്രയേറെ വിവേകവും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം മൗനമായിട്ട് ഞാൻ ഇവിടെ വന്ന് തിരിച്ചു പോകാൻ കാരണം. അപ്പോൾ ഇത്രയും ദിവസം പോലും ക്ഷമയോട് കൂടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു അറിവ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമോ എന്ന് കാത്തിരിക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്തവർ എങ്ങനെയാണ് ഒരറിവ് പകർന്നു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ അത് പകർത്താൻ അവർക്ക് സാധിക്കുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുക? നമ്മളിലേക്ക് ഒരു നന്മ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്ത് അത് മറ്റുള്ളവർക്ക് കൂടി പുരോഗമിക്കുവാനായിട്ട് ഇടവരുത്ത രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നവരായിരിക്കണം എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് മാത്രമേ ശരിയായ ജ്ഞാനത്തെ പകർന്നു കൊടുക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീടുള്ള കാലം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യരായിട്ട് ആ 10 പേരും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈശ്വരനിലേക്ക് അടുക്കുവാനും ഈശ്വരനെ അറിയുവാനും ഈശ്വരൻ്റെ സ്നേഹം നേടിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. ഇനി ശ്രീബുദ്ധൻ്റെ തന്നെ മറ്റൊരു മനോഹരമായ ഒരു കഥ കൂടി പറയാം. എന്താണ് കർമ്മം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു മനോഹരമായ കഥ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ ഇങ്ങനെ പകർന്നു കൊടുത്ത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിനോട് ചോദിക്കും, ഇങ്ങനെ എന്താണ് കർമ്മം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ ഒരു കഥയിലൂടെ അത് പറഞ്ഞു തരാമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം പറയും, ഒരിക്കൽ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പ്രജകളെയെല്ലാം കാണുവാനായിട്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ് എല്ലായിടത്തോടും. അപ്പോൾ ഒരു കടയുടെ മുന്നിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിയോട് പറയും, ഇപ്പോൾ എല്ലായിടത്തും എല്ലാം കണ്ടിങ്ങനെ വളരെ സന്തോഷവാനായിട്ട് പോകുന്ന അദ്ദേഹം ഒരു കടയുടെ മുന്നിൽ എത്തുമ്പോൾ അദ്ദേഹം പറയും, എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ കടയിലെ കടക്കാരനെ, ആ കടയുടെ മുതലാളിയെ കൊന്നുകളയണം എന്ന് പറയുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് കൊന്നുകളയാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ മന്ത്രി എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ രാജാവ് അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന്, കാരണം വളരെ ശാന്തമായിട്ട് സന്തോഷവാനായിട്ട് അതുവരെ വന്നെത്തിയ അദ്ദേഹം ഒരു പ്രകോപനവും കൂടാതെ ഒരു കടയുടെ മുമ്പിൽ എത്തുമ്പോൾ അവിടുത്തെ കടയുടെ മുതലാളിയെ അങ്ങ് കൊന്നുകളയാനായിട്ട് പറയുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാവുന്നുമില്ല. കാരണമൊന്നും പറയാതെ അദ്ദേഹം കടന്നു പോവുകയും ചെയ്യും. അടുത്ത ദിവസം ഈ മന്ത്രി വേഷമൊക്കെ മാറി ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ ആ കടയിലെത്തുകയാണ്. അപ്പോൾ ആ കട എന്ന് പറയുന്നത് ചന്ദനക്കട്ടികൾ വിൽക്കുന്ന കടയാണ്. അപ്പോൾ വലിയ ചന്ദന ഇതുണ്ട്, ചെറിയ ചെറിയ ആളുകൾക്ക് വീടുകളിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ചെറിയ ചെറിയ ചന്ദനക്കട്ടികളുമുള്ള ഒരു കടയാണ്. അപ്പോൾ ഈ മന്ത്രി വേഷം മാറിയ കടയിൽ ചെന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടമൊക്കെ, ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നണമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയിട്ട് കടയുടെ മുതലാളി പറയുകയാണ്, ഒന്നും ഒരു കച്ചവടവും ഇവിടെ നടക്കുന്നില്ല, ഇവിടെ എല്ലാവരും വരും,
എല്ലാവരും ഈ ചന്ദനക്കട്ടികളൊക്കെ എടുത്ത് അതിൻ്റെ വാസനയൊക്കെ ആസ്വദിച്ച് ചിലർ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വാചാലരായി സംസാരിക്കും. ചിലർ വളരെ നല്ല കടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെയും കുറേ പുകഴ്ത്തി ഇതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടൊക്കെ വളരെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഒന്നും വാങ്ങാതെ തിരിച്ചു പോകും. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. ആരും തന്നെ ഇത് ഇവിടെ നിന്ന് വാങ്ങുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ അങ്ങ് അറ്റത്തെത്തിയിരിക്കുകയാണ് ഞാൻ. ഒരു കച്ചവടവും എനിക്കിവിടെ നടക്കുന്നില്ല. ഇനി ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഇവിടുത്തെ രാജാവ് മരണപ്പെടുകയാണെങ്കിൽ അന്ന് എനിക്ക് നല്ല കച്ചവടം കിട്ടുമായിരിക്കും. അതോടുകൂടി ചിലപ്പോൾ എൻ്റെ കച്ചവടം ഗംഭീരമായിട്ട് നടക്കും. കാരണം ഈ നാട്ടിൽ ഇവിടെ ആകെ ചന്ദനക്കെട്ടികൾ വിൽക്കുന്ന ഒരു കടയുള്ളത് എനിക്ക് മാത്രമാണ്. അപ്പോൾ എന്തായാലും രാജാവിന് അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ തന്നെ വന്ന് ഈ കച്ചവടം ഈ ഇതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ അതോട് കൂടിയിട്ട് രാജകൊട്ടാരത്തിലേക്ക് രാജാവിൻ്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ നിന്ന് ചന്ദനം വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതോട് കൂടിയിട്ട് എൻ്റെ കച്ചവടം വിജയിക്കും. എൻ്റെ കച്ചവടം അതോട് കൂടിയിട്ട് എല്ലാവരും ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറയും. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ മന്ത്രിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ആ കടയുടെ മുതലാളിയെ കൊന്നുകളയാനായിട്ട് രാജാവ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത ആ രാജാവിൻ്റെ ഉള്ളിൽ വന്നത് എന്ന് മന്ത്രിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ്. കാരണം എന്താണ്, അവിടെ നിന്ന് ആ മന്ത്രി തെറ്റായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആ രാജാവിനെ കുറിച്ചിട്ടെല്ലാം ദോഷമായിട്ട് ദുഷിച്ച രീതിയിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബാണ് ആ ഒരു ചിന്ത, അതിൻ്റെ ഒരു വൈബ്രേഷനാണ് ആ രാജാവിൻ്റെ മനസ്സിലേക്കും എത്തിയിരിക്കുന്നത്. അതാണ് ആ ചിന്തകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് മന്ത്രി അതിന് പരിഹാരമായിട്ട് ഇതിൽ രണ്ടുപേരും തെറ്റുകാരല്ല എന്ന് മനസ്സിലാക്കുന്ന നിസ്സഹായമായ അവസ്ഥ കൊണ്ടാണ് അയാൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നത്, അല്ലേ? അപ്പോൾ രണ്ടുപേരും തെറ്റുകാരല്ല എന്ന് മനസ്സിലാക്കുന്ന മന്ത്രി വളരെയധികം ആലോചിച്ച് ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കണം എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം പറയും, എനിക്ക് കുറേ ഇത് വേണം, ചന്ദനക്കട്ടികൾ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളതിൽ വലിയ ചന്ദനക്കട്ടികളുടെ ഒരു വലിയ സെറ്റ് തന്നെ അദ്ദേഹം അവിടെ നിന്ന് വാങ്ങുകയാണ് വില കൊടുത്ത്. എന്നിട്ട് അദ്ദേഹം വില കൊടുത്ത് വാങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാവും അയാൾക്ക്. അപ്പോൾ ഇത്രയും ആരും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷിക്കുകയാണ് അയാൾ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ഇതൊരു വലിയ സമ്മാനപ്പൊതി പോലെ പൊതിഞ്ഞ് മന്ത്രി രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. ഇത് ഞാൻ അവിടെ അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ പോയതാണ്. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടാണ് അയാളെ എനിക്ക് രാജാവിന് സമർപ്പിക്കാൻ പറഞ്ഞ് സമ്മാനമായിട്ട് തന്നതാണിത് എന്ന് പറയും. അപ്പോൾ ഈ ചന്ദനക്കട്ടികൾ ഇത് തുറന്നു കഴിയുമ്പോൾ അത്രമാത്രം സുഗന്ധം പൂരിതമായിട്ടുള്ള ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാവും. അത് കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെടും രാജാവിന്. അപ്പോൾ അത്ര സന്തോഷം തോന്നിക്കഴിയുമ്പോൾ പെട്ടെന്ന് രാജാവ് എന്ത് ചെയ്യും? രാജാവ് ഒരു വലിയ കിഴി സ്വർണം എടുത്തിട്ട് മന്ത്രിയുടെ കൈ കൊടുത്തിട്ട് പറയും, ഇത് ആ കടക്കാരനെ ഏൽപ്പിക്കാൻ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ പറയും. അപ്പോൾ എന്നിട്ട് പിന്നെ രാജാവിന് ഭയങ്കര സങ്കടം തോന്നുവാണ്. ഈശ്വര, അങ്ങനെ ഒരാളെ കുറിച്ചിട്ടാണല്ലോ ഞാൻ തെറ്റായിട്ട് മന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ രാജാവിനെ സമർപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ കൈ തന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി കൊടുക്കുന്നത്, ഈ ഇത് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പറയും, അനാവശ്യമായിട്ട് ഒരാളെ കൊല്ലുവാനായിട്ട് എനിക്കൊരു തോന്നലുണ്ടായല്ലോ, കൊന്നുപോയിരുന്നെങ്കിലോ, എന്തായിരുന്നു, ഞാനൊരു വലിയ അപരാധമല്ലേ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ട് രാജാവിന് വളരെയധികം സങ്കടം തോന്നുകയാണ് ഉള്ളിൽ. അപ്പോൾ ഇതേ സമയം തന്നെ മന്ത്രി ആ കച്ചവടം നടന്നതിലുള്ള സന്തോഷത്തിൽ, മന്ത്രിയല്ല, അദ്ദേഹം ആ കടക്കാരൻ കച്ചവടം നടന്ന സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ മന്ത്രി എന്ത് ചെയ്യും? ഈ സ്വർണം കൊണ്ടുപോയി രാജാവ് തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ കടക്കാരന് കൊടുക്കും. അപ്പോൾ മന്ത്രിക്ക് അതിലേറെ സന്തോഷം, ഞാനത് രാജാവിന് കൊടുത്തു എന്ന്, രാജാവ് തന്നതാണ് നിനക്കിത് തരാൻ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് അദ്ദേഹത്തിന്. ഇത്രയും നല്ലൊരു രാജാവിനെയാണല്ലോ മരണപ്പെട്ട് കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് എന്ന് കരുതിയിട്ട് ആ കടക്കാരന് വളരെയധികം വിഷമം തോന്നുകയാണ്, അത്രയേറെ സങ്കടം തോന്നുകയാണ്.
അപ്പോൾ ഈ കഥ കേട്ടിട്ട് അപ്പോൾ അത്ര നിസ്സാരമായിട്ട് അദ്ദേഹം ആ ചില നന്മയുള്ള പ്രവൃത്തികളിലൂടെ ആ മന്ത്രി മനോഹരമായിട്ട് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ വൈരാഗ്യത്തെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കഥ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം ഇങ്ങനെ തലകുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ ചോദിക്കും, എന്താണ് കർമ്മം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ചിന്തകളാണ് അല്ലേ, ചിന്തകളാണ് ഇതിനെല്ലാം പിന്നിൽ നടന്നത്. മന്ത്രിയുടെ നന്മയുള്ള ചിന്തയും അല്ലെങ്കിൽ ആ കടക്കാരൻ തെറ്റായിട്ട് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എവിടെയോ ഇരുന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ വൈബ്രേഷൻ ദൂരെ ഇരിക്കുന്ന ആ രാജാവിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇതുപോലെയാണ് നമ്മളെല്ലാം എവിടെ ഇരുന്നാണെങ്കിൽ പോലും ആരെയും കുറിച്ച് ദുഷിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും മോശപ്പെട്ട് പെരുമാറുമ്പോൾ അവരെ കുറിച്ചിട്ട് അവർക്കൊരു ദോഷം വരണം, ആഹാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയില്ലേ എന്ന് ചിന്തിച്ചാൽ പോലും അതും നമുക്ക് ദോഷമായിട്ട് തന്നെ വന്ന് ഭവിക്കും. അപ്പോൾ ആർക്കും ഒരു ദോഷം വരുന്നതായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ട് ആരെക്കുറിച്ച് പറയാനോ ചിന്തിക്കാനോ ഒന്നും പാടില്ല. ചിന്തകളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ഓരോ കർമ്മങ്ങളും ചിന്തകളിൽ നിന്നാണ് തുടങ്ങുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി ശിഷ്യർക്ക് കൊടുത്തത്. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഒരു ഉപദേശവും. നമ്മുടെ ചിന്തകൾ നന്മയുള്ളതാണെങ്കിൽ എല്ലാത്തിനെയും കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നതെല്ലാം നന്മയുള്ള കാര്യങ്ങളായിരിക്കും. എല്ലാവർക്കും നമ്മളോടും അതേപോലെ നന്മ മാത്രമേ നമ്മളെക്കുറിച്ചും ചിന്തിക്കാനായിട്ടുണ്ടാവുകയുള്ളൂ. നമ്മളോട് ദേഷ്യമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും പതിയെ അതെല്ലാം ഇല്ലാതെയായി പോകും. എപ്പോഴും നന്മ ചെയ്യുന്ന ഒരാളോട് എങ്ങനെയാണ് ആർക്കെങ്കിലും ദേഷ്യം വെച്ച് പുലർത്താനായിട്ട് സാധിക്കുക അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് മാത്രം എല്ലാവരെയും കുറിച്ച് പറയുക. നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നവർക്കെല്ലാം അതൊക്കെ അവരുടെ കർമ്മങ്ങളാണ്. അപ്പോൾ ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ അവരിലേക്ക് വന്നെത്തും. നമ്മൾ അതിനൊന്നും ഒരു പകരം വീട്ടിലിരുന്ന് ചിന്തിച്ച് കൂട്ടി നമ്മുടെ ദോഷങ്ങളെ കൂട്ടാനൊന്നും നിൽക്കണ്ട. നമ്മളെല്ലാവരെയും കുറിച്ചും നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുക. നമ്മുടെ ചിന്തകളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം നന്മയുടെ പാതയിലേക്ക് ആവട്ടെ. ഇന്ന് ഈ ബുദ്ധ പൗർണമി ദിവസം, ഈ വൈശാഖ പൗർണമി ദിവസം നന്മയുടെ ചിന്തകൾ നമ്മളിലേക്ക് നട്ടു വളർത്തുക. അങ്ങനെ തന്നെ ആവട്ടെ. ഈ വൈശാഖത്തിൽ നമുക്കെടുക്കാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ. അറിയാതെ പോലും ആരെയും കുറിച്ച് ദുഷിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു മനോവികാരം നമ്മളിൽ ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഓരോ കൃഷ്ണബന്ധുക്കൾക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കഥ എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ സാധിച്ചു എന്നറിയില്ല. ശബ്ദം ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും പറയാൻ സാധിച്ചതിൽ ഭഗവാന് നന്ദി പറയണു. ഈ കഥ ഓരോരുത്തർക്കും പ്രയോജനപ്രദ ആവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭഗവത് പാദങ്ങൾ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ.